ഹായ് നമസ്കാരം. മൈ ലൈഫ് മൈ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ദിവസത്തിന് ശേഷം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കൊറോണേൻ്റെയൊക്കെ പ്രശ്നം കൂടി വരികയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ അവിയൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ഉണ്ടാക്കുന്ന സ്റ്റൈൽ എന്ന് പറയാം. പിന്നെ കോഴിക്കോട് തന്നെ പലരും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതാണ് ഇന്ന് നമുക്ക് വീഡിയോയിൽ കൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട കുറച്ച് പച്ചക്കറികളുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മുരിങ്ങാക്കായ എടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് എടുക്കേണ്ടതാണ് ചേന, പിന്നെ കുറച്ച് ക്യാരറ്റ്, പച്ചക്കായ, പയർ. പിന്നെ നമുക്ക് അവസാനമായിട്ട് വേണ്ട പച്ചക്കറിയാണ് പാവക്ക. പാവയ്ക്കയ്ക്ക് ഞങ്ങൾ കയ്പ്പാന്ന് പറയും. പല നാട്ടിൽ പല രീതിയിലാണ് ഇതിന് പറയാറുള്ളത്. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിലെ പാവക്കയും പിന്നെ ചേനയും പകുതി മതിയാവും. ബാക്കിയുള്ളതൊക്കെ അത്ര തന്നെ എടുക്കുന്നത് നല്ലതാണ്, എന്നല്ല അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇതേപോലെയാണ് അരിയേണ്ടത്. നമ്മുടെ ഒരു വിരലിൻ്റെ നീളമില്ല, ആ ഒരു രീതിയിലാണ് അരിയേണ്ടത്. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ച് എടുത്തു വെച്ചു എന്നുള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നൈസായിട്ട് അരിഞ്ഞു വെക്കുക. ഞങ്ങൾ ഉണ്ടാക്കുന്ന അവിയലിൽ ആകെ ഇത്രയും പച്ചക്കറി മതി. ചില സ്ഥലത്തൊക്കെ ഉള്ളിയൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളതൊന്നും ഇടാറില്ല. ആകെ ഒരു 5-6 വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് കഴുകിയിട്ട് കുക്കറിലേക്ക് ആക്കണം. അപ്പം നന്നായിട്ട് കഴുകുക. പിന്നെ നമ്മളെ പഴമക്കാർ പറയാറുണ്ട് ചേന കഴുകുമ്പം ചൊറിയുമെന്ന്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക. പിന്നെ ഞാനിത് നന്നായി കഴുകിയിട്ട് ഇതാ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഈ പച്ചക്കറി വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പം ഞാനിവിടെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്ത് വേവിക്കാൻ വെക്കാം. ഫുൾ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. കുക്കറിന് 2 വിസിൽ വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ കുക്കറിൻ്റെ എയറൊക്കെ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാം. അതിന് ആദ്യം തന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാൻ 1 മുറിയോളം തേങ്ങ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചിരകി വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കരിവേപ്പില. പിന്നെ നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർ പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതിയാവും. പിന്നെ അത്യാവശ്യത്തിന് കരിവേപ്പില. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് കേടാണ്, അതായത് തൈര്. ഇനി നമുക്ക് തേങ്ങ അരയ്ക്കാം. അപ്പം ഞാൻ ഇവിടെ ചിരകി വെച്ച തേങ്ങയിലേക്ക് കരിവേപ്പിലയും പച്ചമുളകും പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഉണ്ടായിരുന്നില്ല, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അരയ്ക്കുകയാണ്. ഒരുപാട് അരയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇതാ ഞാനിവിടെ തേങ്ങ അരച്ചിട്ടുണ്ട്. ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്ക് തൈര് ഡയറക്റ്റ് നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ഇല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ അരയ്ക്കുകയാണെങ്കിൽ നല്ല കുറച്ചും കൂടെ ലൂസായിട്ട് കിട്ടും, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പം ഞാനിതാ ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നിങ്ങൾ അരച്ചെടുക്കുക. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ഇല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുക്കറിൻ്റെ എയറൊക്കെ പോക്കിന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഓപ്പൺ ചെയ്യാം. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ആ പച്ചക്കറി അരിയുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്കിത് എടുക്കുള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്നാവും. പിന്നെ നമ്മുടെ സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു വിഭവമാണ് അവിയൽ. ഞാനിപ്പം നിൽക്കുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ നമുക്കിവിടെ ഉണ്ടാക്കാനും ഈ പച്ചക്കറിയൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്, മെയിനായിട്ട് മുരിങ്ങക്കായ. അപ്പോൾ നാട്ടിൽ പോയാൽ ഞാൻ മസ്റ്റായിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭവമാണ് അവിയൽ. അപ്പം ഞാനിവിടെ അരച്ച് വെച്ചിട്ടുള്ള എല്ലാ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് തന്നെ നിങ്ങൾ ഇതിൽ പുളിയും ഉപ്പൊക്കെ പാകമാണോ നോക്കുക. പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടെ തൈരിട്ട് കൊടുക്കുക. അപ്പോൾ തൈരിടുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൽ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുറച്ചും കൂടെ തിളപ്പിച്ച് കൊടുക്കുക. അഥവാ നമ്മുടെ അവിയലിൽ വെള്ളം കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുക. ഒരുപാട് ലൂസായാൽ അതിൻ്റെ ആ കൺസിസ്റ്റൻസിയൊക്കെ തെറ്റും, ടേസ്റ്റും കുറയും. അപ്പോൾ ഇതാ നമ്മുടെ അവിയലൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മുടെ അവിയൽ ഉണ്ടാവുക, മഞ്ഞ കളറായിട്ട്. ഇത്രേ വെള്ളം പാടുള്ളൂ. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അതിലേക്ക് ഇനി 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ കരിവേപ്പില. പിന്നെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം കഴിച്ച് തുടങ്ങാം. ചൂടാറിയതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കഴിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അവിയൽ. ഒരു വട്ടെങ്കിലും നിങ്ങൾ കഴിച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാകും, എന്നാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അവിയലിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും സൂപ്പറായിരിക്കില്ലേ. ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടത്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. കൊറോണയൊക്കെയാണ്, പുറത്തൊക്കെ പോകുമ്പം നല്ലോണം ശ്രദ്ധിച്ച് പോവുക. സോഷ്യൽ മീഡിയയിൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.